വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ്. അക്കൗണ്ടിങ്ങിനെ പറ്റി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നതുവരെ നമുക്കിന്ന് മനസ്സിലാക്കാം. ഇത് ആദ്യം മുതൽ അവസാനം വരെ കാണുന്ന ഏതൊരാൾക്കും അക്കൗണ്ടിങ് വളരെ എളുപ്പത്തിലായി തോന്നുന്നതായിരിക്കും. അക്കൗണ്ടിങ് ഒരു കീറാമുട്ടിയല്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ +1 പഠിക്കുന്നവരാവാം, +2 പഠിക്കുന്നവരാവാം, BCom പഠിക്കുന്നവരാവാം, CA ഫൗണ്ടേഷൻ ചെയ്യുന്നവരാവാം, MCom പഠിക്കുന്നവരാവാം, MBA പഠിക്കുന്നവരാവാം. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമാണ്. നമുക്ക് അടിത്തറയില്ലാതെ ഒരിക്കലും തന്നെ കെട്ടിപ്പൊക്കാൻ വേണ്ടി കഴിയില്ലല്ലോ ഒരു കാര്യവും. അതുകൊണ്ട് ഏത് വിഭാഗം അക്കൗണ്ടിങ്ങിനെ പറ്റി മനസ്സിലാക്കുന്ന ഏതൊരു വിഭാഗമാണോ അവർ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണേണ്ടതാണ്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തട്ടെ, എല്ലാവർക്കും മനസ്സിലാവട്ടെ അക്കൗണ്ടിങ് എളുപ്പമുള്ള ഒരു വിഷയമാണെന്ന്. അക്കൗണ്ടിങ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ദി ബിസിനസ്. വ്യാപാരത്തിൻ്റെ ഭാഷയാണ് അക്കൗണ്ടിങ്. സാധാരണയായി നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മലയാളം എന്ന ഭാഷ ഉപയോഗിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ ഒക്കെ ഉപയോഗിക്കുന്നത് ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ്. സ്ഥാപനത്തിൽ എന്തു സംഭവിച്ചു, എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, സ്ഥാപനത്തിൻ്റെ ലാഭം എത്രയാണ്, എത്ര ഇടപാടുകളാണ് സ്ഥാപനം നടത്തിയിരിക്കുന്നത്, സ്ഥാപനത്തിൻ്റെ സെയിൽസ് എത്രയാണ്, സ്ഥാപനത്തിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസ് എത്രയാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എത്രയാണ്, പർച്ചേസസ് എത്രയാണ്, ഇതൊക്കെ അക്കൗണ്ടിങ് എന്ന ഭാഷ ആളുകൾക്ക് ആശയവിനിമയം നടത്തി കൊടുക്കുന്നു. ഈ ആളുകൾ അക്കൗണ്ടിങ് വിവരങ്ങളിൽ താല്പര്യമുള്ള ആളുകളായിരിക്കും ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അവർ ചിലപ്പോൾ സ്ഥാപനത്തിനകത്തുള്ളവർ ആവാം. അവരെയാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. ആരൊക്കെയായിരിക്കും? സ്ഥാപനത്തിൻ്റെ അകത്തുള്ള ആളുകൾ, സ്ഥാപനത്തിനുള്ളിലുള്ള ആളുകൾ, മാനേജേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, സ്ഥാപനത്തിലെ മാനേജർമാർ, സ്ഥാപനത്തിലെ ജീവനക്കാർ, സ്ഥാപനത്തിൻ്റെ ഉടമകൾ. ചിലപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ ഏകാംഗ വ്യാപാരിയാണ് ഉടമ, അയാൾക്ക് താല്പര്യമുണ്ടായിരിക്കും. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ആണ്, 2-ലധികം ആളുകൾ ഉടമകളായിട്ട് ഉണ്ടായിരിക്കും. അവർക്ക് സ്ഥാപനം എങ്ങനെ നടക്കുന്നു, സ്ഥാപനത്തിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കഴിവ് എങ്ങനെയാണ്, എന്തെങ്കിലും സാമ്പത്തിക സ്ഥാപനത്തിനുണ്ടോ, ഇത് മനസ്സിലാക്കിയെടുക്കുവാൻ അക്കൗണ്ടിങ്ങിലൂടെ കഴിയും. കമ്പനികളാണ് മറ്റൊരു രൂപം. ഓഹരികൾ ഉപയോഗിച്ചുകൊണ്ട് ഓഹരി മൂലധനം സമാഹരിക്കുന്ന സ്ഥാപനങ്ങളാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ. അത്തരം കമ്പനിയിലെ ഉടമകൾക്ക്, അതായത് ഷെയർ ഹോൾഡേഴ്സാണ് അതിലെ ഉടമകൾക്ക്, അവർക്ക് ഈ അക്കൗണ്ടിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സ്ഥാപനത്തിൽ എന്തു നടക്കുന്നു, കമ്പനിയിൽ എന്തു നടക്കുന്നു എന്നൊക്കെ അറിയേണ്ടി വരും. ഈ ഭാഷ ഉപയോഗിച്ചാൽ മതി. അക്കൗണ്ടിങ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ദി ബിസിനസ്. വ്യാപാരം സംസാരിക്കുന്നത് അക്കൗണ്ടിങ്ങിലൂടെയാണ്. പുറത്തുള്ള അക്കൗണ്ടിങ് വിവരങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, അവരെ എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് വിളിക്കാവുന്നതാണ്.
സാധാരണയായി സ്ഥാപനത്തിന് പുറത്തുള്ള അവർ ആരൊക്കെയായിരിക്കും? ബാങ്കർമാർ, സ്ഥാപനത്തിന് കടം കൊടുക്കാൻ താല്പര്യമുള്ളവർ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ തന്നെ ഗവൺമെൻറ്, അതേപോലെ നികുതി അധികാരികൾ, ഇവർക്കൊക്കെ അക്കൗണ്ടിങ് വിവരങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കും. റിസർച്ച് സ്കോളേഴ്സിന് പോലും അക്കൗണ്ടിങ് വിവരങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കും. ഇവരൊക്കെ സ്ഥാപനത്തിൻ്റെ പുറത്തുള്ള ആളുകളാണ്. അപ്പോഴേ അവർക്കൊക്കെ അക്കൗണ്ടിങ് സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈ നിലക്ക് നമുക്ക് എന്ത് പറയാം? അക്കൗണ്ടിങ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ദി ബിസിനസ് എന്ന് വിശേഷിപ്പിക്കാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശദമായിട്ടുള്ള അതിൻ്റെ നിർവചനം ശ്രദ്ധിക്കുക. നിർവചനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഇന്നിന്ന കാര്യം ഇന്നിന്ന രീതിയിലാണെന്ന് പറയുന്നതിനെയാണ് നിർവചനം അഥവാ ഡെഫനിഷൻ എന്ന് പറയുന്നത്. ഇവിടെ അക്കൗണ്ടിങ്ങിന് ഒരു സംഘടനയാണ് നിർവചനം നൽകിയിരിക്കുന്നത്. ഏതാണ് ആ സംഘടനയുടെ പേര്? ദി അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്നാണ് ആ സംഘടനയുടെ പേര്. അതിനെ ചുരുക്കി AICPA എന്ന് പറയും. എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിനെ നിർവചിച്ചത്? നോക്കൂ, കൊട്ടേഷനിൽ കൊടുത്തത് അക്കൗണ്ടിങ്ങിൻ്റെ നിർവചനമാണ്. വളരെ വലിപ്പമുള്ളതായിട്ട് തോന്നും, എന്നാൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് പഠിക്കാൻ വേണ്ടിയും കഴിയും. Accounting is the art of recording, classifying and summarizing in a significant manner transactions and events which are in part at least of a financial character and interpreting the results thereof. ഇതാണ് നിർവചനം. ഓരോ കാര്യങ്ങളിങ്ങനെ പരിശോധിച്ച് വരികയാണെങ്കിൽ ഈ നിർവചനം എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി കഴിയും. ഇത് അടിസ്ഥാനപരമായി അക്കൗണ്ടിങ് പഠിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം. ചില BCom ക്ലാസ്സിലൊക്കെ വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചിട്ട് മറുപടി പറയാൻ പറ്റാത്ത കുട്ടികളുണ്ട്. ക്ലാസ്സിലുള്ള 60 കുട്ടികളിൽ 6 കുട്ടികൾക്ക് മാത്രമേ ചിലപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് പറയാൻ പറ്റുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? അത് ശരിയായ രീതിയിൽ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ലേ? എങ്ങനെയാണ് പറയുക? അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ്. ആർട്ട് ഓഫ് റെക്കോർഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ്ങിൻ്റെ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ആർട്ട് ഓഫ് റെക്കോർഡിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ്. ആർട്ട് എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ഓഫ് നോളജ് ആണ്. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ്. ക്ലാസിഫൈയിങ്, തരംതിരിക്കുന്നു. ഏതൊക്കെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ഏതൊക്കെയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ, റൊക്കം പണത്താലുള്ള ഇടപാടുകൾ ഏതൊക്കെയാണ്, കടമായിട്ടുള്ള കടത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇടപാടുകൾ ഏതൊക്കെയാണ്, തരംതിരിക്കുന്നു. ഏതൊക്കെ ക്യാഷ് അക്കൗണ്ട് സംബന്ധമായിട്ടുള്ളതാണ്, ഏതൊക്കെ ഫർണിച്ചർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്, ഏതൊക്കെ പർച്ചേസസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്, തരംതിരിക്കുന്നു. ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ ഹ്രസ്വമാക്കുക, സംഗ്രഹിക്കുക. ഇടപാടുകൾ പൂർണ്ണമായിട്ട് അക്കൗണ്ടിങ്ങിൽ എഴുതുന്നില്ല, അത് അർത്ഥം നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ സംഗ്രഹിച്ചുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ. ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ്, ഇടപാടുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ആ ഇടപാടുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ധനപരമായ പ്രത്യേകത എങ്കിലും ഉള്ളത് ആയിരിക്കണം. ധനപരമായ പ്രത്യേകത ഇല്ലാത്ത
സംഭവങ്ങൾ അക്കൗണ്ടിങ്ങിന് വിധേയമല്ല. പ്രൊഡക്ഷൻ മാനേജറും മാർക്കറ്റിംഗ് മാനേജറും സ്ഥാപനത്തിൽ ശണ്ട കൂടി, അതൊരു സംഭവമാണ്. പക്ഷെ അത് ഫിനാൻഷ്യൽ ക്യാരക്ടർ അതിനില്ല. അതുകൊണ്ട് തന്നെ അത് അക്കൗണ്ടിങ്ങിന് വിധേയമല്ല. അക്കൗണ്ടിങ്ങിന് വിധേയമാകണമെങ്കിൽ പണപരമായി തിട്ടപ്പെടുത്തുവാൻ സാധിക്കുന്ന ഇടപാടായിരിക്കണം. അതാണ് ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ഇടപാട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദി റിസൾട്ട്സ് ദിയർ ഓഫ്, ആ ഇടപാടുകൾ അല്ലെങ്കിൽ സംഭവങ്ങളുടെ ഫലം എന്താണ്, ഐദർ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് വ്യാഖ്യാനിക്കുവാനും അക്കൗണ്ടിങ്ങിലൂടെ സാധിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതേപോലെ ബാലൻസ് ഷീറ്റ് ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപാധികളാണ്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഒരു ധനപരമായ പ്രത്യേകത എങ്കിലുമുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേക ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുകയും തരംതിരിക്കുകയും സംഗ്രഹിക്കുകയും വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്തുകൊണ്ട് അതിൻ്റെ ഫലത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. Accounting is the art of recording, classifying and summarizing in a significant manner transactions and events which are in part, at least, of a financial character and interpreting the results thereof. ഇത് ഈ പറഞ്ഞ മാതിരി തന്നെ പൂർണ്ണമായിട്ടും പഠിക്കുക. ബേസിക്കായിട്ട് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസിലേക്ക് പോവാം. റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതിനുവേണ്ടി ഞാൻ 3 കോളങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് 3 കോളങ്ങൾ നോക്കൂ. ടൈപ്സ് ഓഫ് അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഇതാണ് 3 കോളത്തിൻ്റെ ഹെഡിങ്. ആദ്യത്തെ ടൈപ്സ് ഓഫ് അക്കൗണ്ടിൽ ഏതാണ് കാണിച്ചത്? അസെറ്റ്സ്. അസെറ്റ്സ് ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് ആയിരിക്കും, അസെറ്റ്സ് ഡിക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അസെറ്റ്സ് എന്താണെന്ന് അറിയണം. അസെറ്റ്സ്, വാട്ട് ഈസ് ആൻ അസെറ്റ്? Assets are economic resources or things of value owned by the business. വ്യാപാരത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മൂല്യമുള്ള വസ്തുക്കൾ അഥവാ സാമ്പത്തിക വിഭവങ്ങളെയാണ് ആസ്തികൾ അഥവാ അസെറ്റ്സ് എന്ന് പറയുന്നത്. അസെറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഫിക്സഡ് അസെറ്റ്സ്, സ്ഥിരം ആസ്തികൾ. ദീർഘകാല അടിസ്ഥാനത്തിൽ സ്ഥാപനം നേടിയിരിക്കുന്ന ആസ്തികളെയാണ് എന്ത് പറയുന്നത്? ദീർഘകാല ആസ്തികൾ അഥവാ ഫിക്സഡ് അസെറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്തൊക്കെയായിരിക്കും? ലാൻഡ്, ഭൂമി, ബിൽഡിംഗ്, എടുപ്പുകൾ, പ്ലാന്റ് ആൻഡ് മിഷനറികൾ, ഫർണിച്ചർ, മോട്ടോർ ട്രക്ക്, കമ്പ്യൂട്ടർ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾസ്. ഇനി നമുക്ക് ഈ ഫിക്സഡ് അസെറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ടാഞ്ചിബിൾ ഫിക്സഡ് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഫിക്സഡ് അസെറ്റ്സിനെയാണ് ടാഞ്ചിബിൾ ഫിക്സഡ് അസെറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരിക്കും? ഒരു ഭൗതികപരമായ നിലനിൽപ്പുള്ള ആസ്തികളാണ് ടാഞ്ചിബിൾ അസെറ്റ്സ്. ലാൻഡ്, ബിൽഡിങ്, മിഷനറി, ഫർണിച്ചർ എക്സെട്ര ഇതൊക്കെ കാണാൻ വേണ്ടി കഴിയും. രണ്ടാമതായിട്ട് ഇൻടാഞ്ചിബിൾ അസെറ്റ്സ്, കാണാൻ സാധിക്കില്ല, പക്ഷെ അതിന് തിങ്സ് ഓഫ് വാല്യൂ ഉണ്ടായിരിക്കും. Assets having no physical existence are called intangible assets. ഭൗതികപരമായ ഒരു നിലനിൽപ്പ് അതിനില്ല. ഇങ്ങനെയുള്ള അസെറ്റ്സ് ഉണ്ട്. ഗുഡ് വിൽ,
ഒരു സൽപ്പേരാണ്. പക്ഷേ ആ സൽപ്പേര് കൊണ്ട് സ്ഥാപനത്തിന് കൂടുതൽ ലാഭക്ഷമത നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ. ഒരേ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരേപോലെയുള്ള വ്യാപാര സ്ഥാപനത്തിന് അതിൽ ഒന്നിന് ഉയർന്ന ലാഭക്ഷമത ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ അധികമാണ് എന്നതാണ്. അത് കാണാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ബുക്കുകൾ കൈകാര്യം ചെയ്യുന്ന അനവധി സ്ഥാപനങ്ങൾ, അതിൽ ഒരു ബുക്ക് സ്റ്റാളിൽ തിരക്ക് അധികമാണ്. അതേപോലെ തന്നെ ഹോട്ടൽ ധാരാളമുണ്ട്. ചില ഹോട്ടലിൽ തിരക്ക് കൂടുതലാണ്. അതേപോലെ തന്നെ ചില ടെക്സ്റ്റൈൽ ഷോപ്പ്, അവിടെ തിരക്കധികം. ധാരാളം അത്തരം വ്യാപാരം ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ അത്തരം സ്ഥാപനത്തിൻ്റെ ലാഭക്ഷമത കൂട്ടും. അതിൻ്റെ അടിസ്ഥാനമായി വർത്തിക്കുന്നത് ഗുഡ്വിൽ എന്ന അസറ്റാണ്. ഇതിന് മൂല്യമുണ്ട്. ട്രേഡ് മാർക്ക്, ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനുള്ള കുത്തക അവകാശം അഥവാ പാറ്റന്റ് റൈറ്റ്, ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്, കാണാൻ സാധിക്കാത്ത ആസ്തികൾ. അടുത്ത വാസ്റ്റിംഗ് അസറ്റ്സ് ആണ് മറ്റൊന്ന്. അസറ്റ്സ് വിച്ച് ഗെറ്റ് എക്സോസ്റ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ കോൾഡ് വാസ്റ്റിംഗ് അസറ്റ്സ്. ചൂഷണം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കുക, അവസാനം ഉപയോഗിക്കാൻ സാധിക്കാത്ത ഫിക്സഡ് അസറ്റായി മാറുക. അത്തരം അസറ്റാണ് വാസ്റ്റിംഗ് അസറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചൂഷണം ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇതുണ്ടായിരിക്കുക. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇത്തരം അസറ്റ്സ്. മൈൻസ്, ഖനികൾ, അവിടെയാണ് പ്രകൃതി വിഭവങ്ങൾ കുഴിച്ചെടുക്കുന്നത്. ക്വാറീസ്, കരിങ്കൽ ക്വാറികൾ, ചെങ്കൽ ക്വാറികൾ മുതലായവ. ഓയിൽ ഫീൽഡ്സ്, ഓയിൽ കുഴിച്ചെടുക്കുന്ന വിഭാഗം. എണ്ണ ഖനികൾ, ഇതൊക്കെ കുഴിച്ചെടുക്കുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരില്ല, അതിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്തരം അസറ്റിനെയാണ് വാസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഫോർത്ത്, fictitious assets. Assets which have no real value but are shown in the books of accounts only for technical reason are called fictitious assets. അതിന് ഈ ഫിക്റ്റീഷ്യസ് അസറ്റിന് റിയൽ വാല്യൂ ഉണ്ടാവില്ല, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുന്നു, ബാലൻസ് ഷീറ്റിലൊക്കെ കാണിക്കുന്നു. ഉദാഹരണമായിട്ട് പ്രിലിമിനറി എക്സ്പെൻസസ്, കമ്പനിയൊക്കെ ആരംഭിക്കുമ്പോൾ ചില ആരംഭ ചിലവുകൾ ഉണ്ടായിരിക്കും. അത്തരം ചിലവുകൾ കുറേ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ നിശ്ചിത ശതമാനം, ഒരു 25% ഒക്കെ അങ്ങ് അസറ്റ് വിഭാഗത്തിൽ കാണിക്കും. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓർ ഷെയർസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് മുതലായവയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. ഇനി നമുക്ക് ഫിക്സഡ് അസറ്റ്സ് വിഭാഗം കഴിഞ്ഞു. ഒന്നാമത്തത്. രണ്ട്, കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ്സ് ആർ അസറ്റ്സ് held on a short-term basis, such as cash in hand, cash at bank, debtors, bills receivable, stock, marketable securities, etc. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്രസ്വകാലം കൊണ്ട് പണമാക്കി മാറ്റുവാൻ സാധിക്കുന്ന ആസ്തികളാണ് കറണ്ട് അസറ്റ്സ്.
അഥവാ സ്ഥാപനം ഹ്രസ്വകാലത്തേക്ക് നേടിയിരിക്കുന്ന ആസ്തികളാണ് കറന്റ് അസറ്റ്സ്. ദീർഘകാലത്തേക്ക് നേടിയതല്ല. വിറ്റ് പെട്ടെന്ന് പണമാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പണമോ എളുപ്പത്തിൽ പണമാക്കാൻ സാധിക്കുന്ന മറ്റെന്തെങ്കിലുമോ ആയിരിക്കും കറന്റ് അസറ്റ്സ്. എക്സാമ്പിൾ, കയ്യിലുള്ള പൈസ, ബാങ്കിലുള്ള പൈസ, ഡെപ്റ്റേഴ്സ്, കടമായിട്ട് വിറ്റിട്ട് അത് വാങ്ങിയ ആളുകളെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ പെട്ടെന്ന് തന്നെ 3-4 മാസം കൊണ്ട് സ്ഥാപനത്തിന് പൈസ തിരിച്ചു തരും. ഡെപ്റ്റേഴ്സ്. ബില്ല് മുഖേന സ്വീകരിക്കേണ്ട തുക. സ്റ്റോക്ക്, സ്ഥാപനത്തിൽ ഒരു കച്ചവട ഷോപ്പിൽ നമ്മൾ കാണുന്ന സാധനങ്ങളാണ് സ്റ്റോക്ക്. വിൽപ്പനയ്ക്ക് വേണ്ടി കാത്തുകിടക്കുന്ന വസ്തുക്കളെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ വിൽക്കാൻ സാധിക്കുന്ന സെക്യൂരിറ്റികൾ, ഷെയർസ്, അതേപോലെയുള്ള സെക്യൂരിറ്റികൾ, ഇതും കറന്റ് അസറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതൊക്കെ അസറ്റ്സ് ആണ്. ഈ അസറ്റ്സ് സ്ഥാപനത്തിലേക്ക് വന്നാൽ ഇൻക്രീസ് ചെയ്യും. അപ്പോഴത് ഡെബിറ്റ് ചെയ്യണം. ഏത് അസറ്റാണ്? ഫർണിച്ചറാണ് സ്ഥാപനത്തിൽ വന്നതെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്. ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ, ക്യാഷ് മറ്റൊരു അസറ്റാണ്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. 10,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിയാൽ 10,000 രൂപ പോകുന്നു. അപ്പോൾ 10,000 രൂപ പോയത് കൊണ്ട്, ക്യാഷ് 10,000 രൂപ കുറഞ്ഞത് കൊണ്ട് ക്യാഷ് എന്തു ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ്സിൻ്റെ റൂൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് ലാബിലിറ്റീസിൻ്റെ റൂളാണ്. എന്താണ് ലാബിലിറ്റീസ്? Liabilities are obligation or debt that must pay at some time at future. ഭാവിയിലത്തെ ഒരു ദിവസം നിർബന്ധമായിട്ടും കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള കടം അഥവാ ബാധ്യതകളെയാണ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ബാങ്ക് ലോൺ, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അക്കൗണ്ടിലുള്ള തുകയേക്കാൾ അധികം പിൻവലിക്കുകയാണെങ്കിൽ ആ അധികം വരുന്ന തുകയ്ക്കാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ലാബിലിറ്റീസിന് എക്സാമ്പിളാണ്. അതിൻ്റെ റൂൾ എന്താണ്? ലാബിലിറ്റീസ് കുറഞ്ഞാൽ, ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ്, ലാബിലിറ്റീസ് കൂടിയാൽ ക്രെഡിറ്റ്. അസറ്റിൻ്റെ റൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലാബിലിറ്റീസിൻ്റെ റൂള്. ഇനി അടുത്തത് ക്യാപിറ്റൽ, ടൈപ്സ് ഓഫ് അക്കൗണ്ട്. മൂന്നാമത്തത് ഏതാണ്? ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ? എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ടു ദി ബിസിനസ് ഈസ് കോൾഡ് ക്യാപിറ്റൽ. സ്ഥാപനത്തിൻ്റെ ഉടമ, അത് ഏകാംഗ വ്യാപാരമാണെങ്കിൽ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ ഏകാംഗ വ്യാപാരിയായിരിക്കും ഉടമ, പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പങ്കാളികളായിരിക്കും ഉടമ, കമ്പനികളാണെങ്കിൽ ഓഹരി ഉടമകളായിരിക്കും ഉടമ. ഇത്തരം ഉടമകൾ വ്യാപാരത്തിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്ന അസറ്റിനെയാണ്, അഥവാ ക്യാഷ് അല്ലെങ്കിൽ മറ്റ് അസറ്റുകൾ ചേർന്നതിനെയാണ് മൂലധനം എന്ന് പറയുന്നത്. ഈ മൂലധനത്തിൻ്റെ റൂൾ എന്താണ്? മൂലധനം കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ഡെബിറ്റ്. മൂലധനം കൂടിയാൽ ക്രെഡിറ്റ്, ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് റൂള്. ഇൻകം, വരുമാനം, അതിൻ്റെ റൂൾ എന്താണ്? ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ്, ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്. എക്സ്പെൻസ് ഇൻകത്തിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ, അപ്പോൾ ഓപ്പോസിറ്റ് റൂളായിരിക്കും. ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്. ഡ്രോയിങ്സ്, സ്ഥാപനത്തിൻ്റെ ഉടമ വ്യക്തിപരമായ ആവശ്യത്തിന് പിൻവലിക്കുന്ന തുകയ്ക്കാണ്
എന്തു പറയുന്നത്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. വിഡ്രോവൽ ഓഫ് മണി ഓർ ഗുഡ്സ് ബൈ ദി ഓണർ ഫ്രം ദി ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ് ഈസ് നോൺ ആസ് ഡ്രോയിങ്സ്. ഇതിൻ്റെ റൂൾ എന്താണ്? ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്. അപ്പോൾ ഈ കാറ്റഗറീസിലുള്ള നിയമങ്ങൾ, ഡെബിറ്റ് ക്രെഡിറ്റ് തരംതിരിക്കാനുള്ള നിയമങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇനിയും മനസ്സിലാക്കാത്തവർക്കായിട്ട് റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്സ് 3 അക്കൗണ്ടിൻ്റെ രൂപത്തിൽ മനസ്സിലാക്കാവുന്നത് പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക. 3 തരം അക്കൗണ്ടാണ് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഉള്ളത്. 1 റിയൽ അക്കൗണ്ട്, 2 പേഴ്സണൽ അക്കൗണ്ട്, 3 നോമിനൽ അക്കൗണ്ട്. ഒന്നാമത്തേത് റിയൽ അക്കൗണ്ട്. ഇവിടെ റൂൾ പറഞ്ഞത് നോക്കൂ. ഇൻ ദി കേസ് ഓഫ് റിയൽ അക്കൗണ്ട്. അപ്പോൾ റിയൽ അക്കൗണ്ട് എന്താണെന്ന് അറിയണ്ടേ? പറഞ്ഞു തരാം. റിയൽ അക്കൗണ്ട്സ് ആർ അക്കൗണ്ട്സ് ഓഫ് അസെറ്റ്സ്. അസെറ്റ്സ് എന്തൊക്കെയാണെന്ന് നേരത്തെ നമ്മൾ വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അസറ്റിൻ്റെ അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. ഇതിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. സ്ഥാപനത്തിലേക്ക് ഏതെങ്കിലും അസറ്റ് വന്നെങ്കിൽ ആ അസറ്റിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും അസറ്റ് പോയിട്ടുണ്ടെങ്കിൽ ആ അസറ്റിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. അപ്പോഴേ ഒന്നാമത്തെ റൂൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇങ്ങനെയും റൂൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. രണ്ടാമത്തത് പേഴ്സണൽ അക്കൗണ്ട്. എന്താണ് പേഴ്സണൽ അക്കൗണ്ട്? വ്യക്തികളുടെ പേരിലോ സ്ഥാപനത്തിൻ്റെ പേരിലോ കമ്പനികളുടെ പേരിലോ ഉള്ള അക്കൗണ്ടിനെയാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, വ്യക്തികളുടെ പേരിലാണെങ്കിൽ എന്തൊക്കെ പറയാ? തോമസ് അക്കൗണ്ട്, രാജൻസ് അക്കൗണ്ട്, ഹമീദ്സ് അക്കൗണ്ട്. സ്ഥാപനത്തിൻ്റെ പേരിലുള്ള അക്കൗണ്ടിന് എക്സാമ്പിൾ വെറൈറ്റി ഷോപ്സ് അക്കൗണ്ട്, മോഡേൺ ഇലക്ട്രിക്കൽസ് അക്കൗണ്ട്. കമ്പനികളുടെ പേരിൽ ഉള്ള അക്കൗണ്ടിന് എക്സാമ്പിൾ അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡ്സ് അക്കൗണ്ട്, കേരള ട്രാൻസ്പോർട്ട് കമ്പനീസ് അക്കൗണ്ട്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇതിൻ്റെ റൂള് ശ്രദ്ധിക്കുക. ഡെബിറ്റ് ദി റിസീവർ. സാധാരണയായി പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള് അപ്ലൈ ചെയ്യുക ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് സംഭവിക്കുമ്പോഴാണ്. കടമായിട്ട് ആ ഇടപാടിൻ്റെ കൂടെ ഒരു വ്യക്തിയുടെ പേര് ഉണ്ടായിരിക്കും. ആ ഇടപാടിൻ്റെ കൂടെ ഫോർ ക്യാഷ് എന്ന വാക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോഴത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഒരു ആസ്പെക്റ്റ് പേഴ്സൺ ആയിരിക്കും. ഡെബിറ്റ് ദി റിസീവർ. ആ വ്യക്തി സ്വീകരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ദി ഗിവർ. അയാൾ നൽകുന്ന ആളാണെങ്കിൽ അയാളുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജൻ ₹2000. രാജൻ്റെ കയ്യിൽ നിന്ന് ചരക്കുകൾ വാങ്ങി. ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഒരു വ്യക്തിയുടെ പേരുണ്ട്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജൻ ഫോർ ക്യാഷ് ₹2000 എന്ന് പറഞ്ഞിട്ടില്ല. ഫോർ ക്യാഷ് ₹2000 എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ്, അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ആ വാക്കില്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഇടപാട് എന്തായിട്ട് അസ്യൂം ചെയ്യാൻ വേണ്ടി സാധിക്കും? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യാൻ വേണ്ടി കഴിയും. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജൻ ₹2000. അവിടെ രാജൻ ആരാണ്? നമ്മൾ എന്താണ് ചെയ്തത്? 2000 രൂപയുടെ ചരക്കുകൾ രാജൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു. അപ്പോഴേ രാജൻ നൽകിയത് കൊണ്ടാണ്
നമുക്ക് വാങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. രാജൻ അവിടെ ആരാണ്? ഗിവർ ആണ്, നൽകിയ ആളാണ്. അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? രാജൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. റൂൾ എങ്ങനെയാണ്? ക്രെഡിറ്റ് ദി ഗിവർ. രാജൻ ഈസ് ദി ഗിവർ. സോ രാജൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് അവിടെ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തത് ഏത് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ചിലവുകളുടെ അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ, അതേപോലെ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ നേട്ടങ്ങളുടെ അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. നേട്ടം എന്ന് പറഞ്ഞാൽ, ഗെയിൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് അവിചാരിതമായി ലഭിക്കുന്ന ലാഭത്തെയാണ് ഗെയിൻ എന്ന് പറയുന്നത്. സ്ഥാപനം ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു, അതിൽ 2 കോടി കിട്ടി, അതൊരു ഗെയിനാണ്. സാധാരണ വ്യാപാര പ്രവർത്തനത്തിന് പുറത്തു നിന്നും എന്തെങ്കിലും അവിചാരിതമായി നേട്ടമുണ്ടായാൽ അതിനെ ഗെയിൻ എന്ന് പറയും. പ്രോഫിറ്റ് ദാറ്റ് അറൈസസ് ഫ്രം ദി ഈവൻറ്റ്സ് ഓർ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഇൻസിഡൻ്റൽ ടു ബിസിനസ് ഈസ് നോൺ ആസ് ഗെയിൻ. അപ്പോൾ ശ്രദ്ധിക്കുക, നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് എക്സ്പെൻസസ് ഓർ ലോസസ്. ചിലവുകളും നഷ്ടങ്ങളുമാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. പെയ്ഡ് വേജസ്, അതിലെ വേജസ് ഒരു ചിലവല്ലേ, പേയ്മെൻറ്റ് നടത്തിയതല്ലേ, ഇപ്പോൾ വേജസ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. പെയ്ഡ് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ആണ്, കാരണം സാലറി എക്സ്പെൻസ് ആണ്. ക്രെഡിറ്റ് ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് വരുമാനങ്ങളും നേട്ടങ്ങളുമാണ്. റിസീവ്ഡ് കമ്മീഷൻ ₹1000, 1000 രൂപ കമ്മീഷൻ സ്വീകരിച്ചു, അവിടെ കമ്മീഷൻ ഇൻകമാണ്, കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് ഈ വിഭാഗത്തിൽ റൂൾ മനസ്സിലാക്കുന്നത്. ഏതൊക്കെയാണ്? റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഓരോന്നിൻ്റെയും റൂൾ. ഇൻ ദി കേസ് ഓഫ് റിയൽ അക്കൗണ്ട്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇൻ ദി കേസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട്, ഡെബിറ്റ് ദി റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദി ഗിവർ. ഇൻ ദി കേസ് ഓഫ് നോമിനൽ അക്കൗണ്ട്, ഡെബിറ്റ് എക്സ്പെൻസസ് ഓർ ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇടപാടിലെ ഡെബിറ്റും ക്രെഡിറ്റും തരംതിരിക്കുക എന്ന് മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക. പിക്ക് ഔട്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഒന്നാമത്തെ ഇടപാട്. കമൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, കമൽ എന്ന ഉടമയെയും വ്യാപാരത്തെയും 2 വ്യക്തികളായിട്ട് സങ്കല്പിക്കണം. അക്കൗണ്ടിങ്ങിലെ ഒരു കോൺസെപ്റ്റാണത്. സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയും. വ്യാപാര സ്ഥാപനത്തെ ഒരു പ്രത്യേക എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കണം. അവിടേക്ക് എന്തെങ്കിലും അസറ്റ് വന്നാൽ ആ അസറ്റിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ക്യാഷുമായിട്ട് കമൽ വ്യാപാരം ആരംഭിച്ചാൽ ഈ 50,000 രൂപ ക്യാഷ് സ്ഥാപനത്തിലേക്ക് വരുന്നു. റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് അസറ്റാണ്, ക്യാഷ് കംസ് ഇൻ, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. നേരത്തെ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം എന്ന റൂളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു. സ്ഥാപനത്തിലേക്ക് ഒന്നുമില്ലാത്ത 0 നിക്ഷേപമായിരിക്കുന്ന ആ സ്ഥാപനത്തിൽ കമൽ 50,000 രൂപ നിക്ഷേപിക്കുന്നു. 0 നിന്ന് 50,000 ഇൻക്രീസ് ചെയ്യുന്നു ക്യാഷ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. വ്യാപാരം ആരംഭിക്കാൻ നിക്ഷേപിച്ച തുകയെ ക്യാപിറ്റൽ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. ക്യാപിറ്റൽ വർദ്ധിക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് റൂൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ക്രെഡിറ്റ് കമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു.
രണ്ടാമതായിട്ട് പർച്ചേസ്ഡ് ഫർണിച്ചർ റുപ്പീസ് 2000 രൂപ കൊടുത്തു ഫർണിച്ചർ വാങ്ങി. സ്ഥാപനത്തിൻ്റെ കയ്യിൽ ഇപ്പോഴ് 50,000 രൂപയുണ്ട്. രണ്ടാമതായിട്ട് അതിൽ നിന്ന് 2000 രൂപ എടുത്ത് കൊടുത്തിട്ട് 2000 രൂപയുടെ ഫർണിച്ചർ വാങ്ങുന്നു. ക്യാഷ് കുറയുന്നു, ഫർണിച്ചർ വർദ്ധിക്കുന്നു. അപ്പോൾ ഫർണിച്ചറും അസറ്റാണ്, ക്യാഷും അസറ്റാണ്. ഫർണിച്ചർ ഇൻക്രീസ് ചെയ്തു അല്ലേ? അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്. ക്യാഷ് ഡിക്രീസ് ചെയ്തു, 50,000 2000 ഫർണിച്ചർ കടയിൽ കൊടുത്തത് കൊണ്ട് 48,000 ചുരുങ്ങി. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ അപ്ലൈ ചെയ്താലും ഇങ്ങനെ മനസ്സിലാക്കാം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ കംസ് ഇൻ, ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ക്യാഷ് ഗോസ് ഔട്ട്. ദർഫോർ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, തേർഡ്, ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് റുപ്പീസ് 20,000. 20,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ബാങ്ക് അക്കൗണ്ടും അസറ്റാണ്, ക്യാഷ് അക്കൗണ്ടും അസറ്റാണ്. നേരത്തെ 48,000 രൂപയാണ് കയ്യിലുള്ളത്. ആദ്യം 50,000 രൂപ ഉണ്ടായിരുന്നു. 2000 രൂപ കൊടുത്ത് ഫർണിച്ചർ വാങ്ങി, 48,000 രൂപയുണ്ട്. അതിൽ നിന്ന് 20,000 രൂപ ബാങ്കിൽ നൽകുന്നു. അപ്പോഴേ സ്ഥാപനത്തിൻ്റെ കയ്യിൽ ഇനി 48,000 ഉണ്ടായത് എത്രയായിട്ട് കുറയൂ? 28,000 കുറയും. ക്യാഷ് കുറഞ്ഞു. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. എന്നാൽ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് നിക്ഷേപം എന്ന അസറ്റ് കൂടി. അതുകൊണ്ട് ഡെബിറ്റ് ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് ക്യാഷ് അക്കൗണ്ട്. നെക്സ്റ്റ്, ഫോർത്ത്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സുനിൽ റുപ്പീസ് 5,000. സുനിലിൻ്റെ കയ്യിൽ നിന്നും 5,000 രൂപയുടെ ചരക്കുകൾ കടമായി വാങ്ങി. ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സുനിൽ ഫോർ ക്യാഷ് റുപ്പീസ് 5,000 എന്ന് പറഞ്ഞാൽ അതൊരു ക്യാഷ് ട്രാൻസാക്ഷനാണ്. എന്നാൽ ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ്റെ സൂചനയാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സുനിൽ റുപ്പീസ് 5,000. ഒരു വ്യക്തിയുടെ പേരുണ്ട്, അതോടൊപ്പം ഫോർ ക്യാഷ് എന്നില്ല ഇടപാടിൽ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയാണത്. ഇടപാട് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഒരാസ്പെക്റ്റ് വ്യക്തിയുടെ അക്കൗണ്ട് ആയിരിക്കും, പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പർച്ചേസ്ഡ് ഫർണിച്ചർ പോലെയല്ല, ചരക്കുകൾ വാങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ അസറ്റാണ് വാങ്ങിയത്. പർച്ചേസ്ഡ് ഗുഡ്സ് അവിടെ പർച്ചേസസ് ഒരു ചിലവാണ്. അതുകൊണ്ട് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ് റൂള്? ഇൻ ദി കേസ് ഓഫ് നോമിനൽ അക്കൗണ്ട്, ഡെബിറ്റ് എക്സ്പെൻസസ്. പർച്ചേസസ് ഈസ് എൻ എക്സ്പെൻസ്. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സുനിൽ എന്ന് പറഞ്ഞാൽ സുനിൽ അവിടെ ആരാണ്? ഗിവറാണ്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള് എന്താണ്? ഡെബിറ്റ് ദി റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദി ഗിവർ. സുനിൽ gives goods. Therefore, we can purchase goods from Sunil. സുനിൽ നൽകിയത് കൊണ്ടാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. സുനിൽ ഈസ് ദി ഗിവർ. അതുകൊണ്ട് സുനിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, പെയ്ഡ് വേജസ് റുപ്പീസ് 500. വേജസ്, ഒരു തൊഴിലാളിക്ക് സ്ഥാപനം കൂലി കൊടുത്താൽ സ്ഥാപനത്തിൻ്റെ ചെലവാണത്. നേരത്തെ പറഞ്ഞു 28,000 രൂപയാണ് സ്ഥാപനത്തിൻ്റെ കയ്യിലുള്ളത്. 500 രൂപ വേജസ് തൊഴിലാളിക്ക് കൊടുത്തു. ഇനി 27,500 രൂപ മാത്രമേ സ്ഥാപനത്തിൻ്റെ കയ്യിലുണ്ടാവൂ. അപ്പോൾ വേജസ് ഒരു ചെലവാണ്. പെയ്ഡ് വേജസ് റുപ്പീസ് 500. വേജസ് ആണെങ്കിൽ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള്. ഡെബിറ്റ് എക്സ്പെൻസസ്, വേജസ് ഈസ് എൻ എക്സ്പെൻസ്, സോ വേജസ് അക്കൗണ്ട് ഡെബിറ്റ്.
വേജസ് അക്കൗണ്ടിനെ അങ്ങനെ ഡെബിറ്റ് ചെയ്യുന്നു. 500 രൂപ നൽകിയത് കൊണ്ട് ക്യാഷ് 500 രൂപ കുറഞ്ഞു. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ₹1000. 1000 രൂപ വാങ്ങി 1000 രൂപയുടെ ഗുഡ്സ് വിറ്റു. ഇതാണ് ഇടപാട്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹1000. ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഫോർ ക്യാഷ് എന്ന് അസ്യൂം ചെയ്യും. ഒരു വ്യക്തിയുടെ പേര് ഇടപാടിൽ ഇല്ല. അപ്പോഴെന്താണ്? 1000 രൂപയുടെ ചരക്കുകൾ വിറ്റതാണ്. ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ കയ്യിൽ 1000 രൂപ വരുന്നു, ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. സെയിൽസ് എന്നത് റവന്യൂ അഥവാ ഇൻകം ആണ്. ഇൻകം ആണെങ്കിൽ എന്ത് ചെയ്യണം? നോമിനൽ അക്കൗണ്ടിൻ്റെ റോള് എന്താണ്? റോള് ക്രെഡിറ്റ് ഇൻകംസ് ആൻഡ് ഗെയിൻസ്. സെയിൽസ് ഈസ് ആൻ ഇൻകം, ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ട്. അപ്പോഴേ ഇതേപോലെ ഇടപാടുകളുടെ ഡെബിറ്റും ക്രെഡിറ്റും തരംതിരിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം നിങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ജേണൽ മനസ്സിലാക്കാൻ വേണ്ടി സാധ്യമാണ്. ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രോണോളജിക്കൽ റെക്കോർഡാണ്. ക്രോണോളജിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നടന്നത് ആദ്യവും അടുത്തു നടന്നത് അടുത്തും അതിൻ്റെ അടുത്തത് തൊട്ടടുത്തും ഇങ്ങനെ ക്രമപ്രകാരം റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ക്രോണോളജിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇതൊരു പ്രൈമറി എൻട്രിയാണ്. ഇടപാട് നടക്കുമ്പോൾ തന്നെ എഴുതുന്ന ഒരു ബുക്കാണ് ജേണൽ. ഇടപാട് ശ്രദ്ധിക്കുക. ഈ ഇടപാടുകൾ ജേണലൈസ് ചെയ്യണം. ജേണലൈസ് ദി ഫോളോയിങ്. ഒന്നാമത്തെ ഇടപാട് എന്താണ്? 1/1/2020 അനിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. അനിൽ 50,000 രൂപ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് വ്യാപാരം ആരംഭിച്ചതാണ്. അപ്പോൾ സ്ഥാപനത്തിലേക്ക് 50,000 രൂപ ക്യാഷ് വരുന്നു, ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു. അഥവാ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ അനുവർത്തിക്കുകയാണെങ്കിൽ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്യാഷ് കംസ് ഇൻ 50,000. 50,000ത്തിൻ്റെ ക്യാഷ് സ്ഥാപനത്തിലേക്ക് വരുന്നു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ഇതേ രീതിയിലാണ് ജേണൽ എഴുതുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ജേണലിന് 5 കോളംസ് ഉണ്ടായിരിക്കും. ഡേറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഒരു കോളം മതിയാകും. പർട്ടിക്കുലേഴ്സ് കോളത്തിലാണ് കൂടുതൽ എഴുതുന്നത്, അത് കുറച്ച് വലുതാക്കി വരയ്ക്കേണ്ടതാണ്. ലെഡ്ജർ ഫോളിയോ കോളമാണ് LF എന്നാണ് പൊതുവെ എഴുതുക. ചെറിയ കോളം മതി. അക്കാഡമിക് പർപ്പസിൽ അതിൽ യാതൊന്നും എഴുതുന്നില്ല. സ്ഥാപനങ്ങൾ ലെഡ്ജറിൽ എത്രാമത്തെ പേജിലാണ് ആ അക്കൗണ്ട് ഉള്ളത് എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടി അവിടെ പേജ് നമ്പർ കാണിക്കും. അതാണ് ലെഡ്ജർ ഫോളിയോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതാണ് രേഖപ്പെടുത്തുന്നത്. അതിന് ചെറിയ കോളം മതിയാവും. ഡെബിറ്റ് റുപ്പീസ്, ഡെബിറ്റ് എമൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രെഡിറ്റ് റുപ്പീസ്, ക്രെഡിറ്റ് എമൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ്. ഞാൻ ഈ വരച്ച മാതിരി തന്നെ വരയ്ക്കുക. മുകളിൽ സെൻട്രലായിട്ട് നടുവിലായിട്ട് ജേണൽ എന്നെഴുതുക. 1/1/2020. എങ്ങനെയാണ് എൻട്രി വായിക്കുന്നത് നോക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അനിൽസ് ക്യാപിറ്റൽ. ക്രെഡിറ്റ് ആസ്പെക്റ്റിലേത് നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് പകുതിയിൽ വെച്ച് തുടങ്ങുന്നു. ടു അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ DR, അത് ഡെബിറ്റാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ എഴുതിയിട്ട് നേരെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 50,000 കാണിച്ചില്ലേ. ടു അനിൽസ് ക്യാപിറ്റൽ നേരെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 50,000 കാണിച്ചില്ലേ. ഇങ്ങനെയാണ് ജേണലിൽ എമൗണ്ട് കാണിക്കുക.
എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഡെബിറ്റിലെ എമൗണ്ടിന് ഈക്വൽ ആയിരിക്കും ക്രെഡിറ്റിലെ എമൗണ്ട്. ഡെബിറ്റ് എമൗണ്ട് ഈസ് ഓൾവേസ് ഈക്വൽ ടു ക്രെഡിറ്റ് എമൗണ്ട്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത് കാണുന്നില്ലേ? അതിനെ പറയുന്ന പേര് നരേഷൻ എന്നാണ്. നരേഷൻ എന്ന് പറഞ്ഞാൽ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ. ഇടപാട് വളരെ ചുരുക്കി എഴുതുന്നതിനെയാണ് നരേഷൻ എന്ന് പറയുന്നത്. ഞാനിവിടെ സ്റ്റാർട്ടഡ് ബിസിനസ് എന്നെഴുതി, അത് ബ്രാക്കറ്റിലാണ് കാണിക്കുക. അത്രയും കഴിഞ്ഞാൽ പർട്ടിക്കുലേഴ്സ് കോളം മാത്രം അണ്ടർലൈൻ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഡേറ്റ് കോളം മുതൽ ക്രെഡിറ്റ് എമൗണ്ട് വരെ അണ്ടർലൈൻ ചെയ്യാൻ പാടില്ല, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ മാത്രം. അപ്പോഴേ ഒന്നാമത്തെ ഇടപാട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തത് നടക്കുന്നത് 5/1/2020 എന്താണ് ഇടപാട്? പർച്ചേസ്ഡ് ഫർണിച്ചർ ₹3000. 3000 രൂപ നൽകി ഫർണിച്ചർ എന്ന അസറ്റ് വാങ്ങിയിരിക്കുന്നു. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ റോള് പരിശോധിക്കാം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഫർണിച്ചർ കംസ് ഇൻ, ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ക്യാഷ് ഗോസ് ഔട്ട്, സോ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. അതാണ് ജേണൽ എൻട്രിയിൽ എന്തെഴുതുന്നത്? പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നോക്കൂ, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് കാണിച്ചത് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ, അതിന് നേരെയാണ് ഡെബിറ്റിലെ എമൗണ്ട് കോളത്തിൽ 3000 എന്ന് കാണിച്ചത്. ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റിലെ എമൗണ്ട് കോളത്തിൽ 3000. ഞാനൊരു 0 അധികം അവിടെ ഉണ്ട്, തെറ്റാണ്. 3000 കാണിക്കേണ്ടത്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബ്രാക്കറ്റിൽ പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് കാണിക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. പർട്ടിക്കുലേഴ്സ് കോളം മാത്രം അണ്ടർലൈൻ ചെയ്യുക. ജേണൽ ഒറ്റ ജേണലിലാണ് ഇടപാടുകൾ ഒക്കെ കാണിക്കുക. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് കാണിക്കുന്നത്. അടുത്തത് 6-ാം തീയതി, അതിൻ്റെ ബാക്കിയാണ് വരുന്നത്. അതുകൊണ്ടാണ് സെൻട്രലായിട്ട് ഇപ്പോൾ ഹെഡിങ് ഇല്ല, അതിൻ്റെ തുടർച്ചയാണ്. നീട്ടി വരക്കും. ഒന്നായിട്ട് കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചുരുക്കി കാണിക്കുന്നത്. 6/1/2020 പർച്ചേസ്ഡ് ഗുഡ്സ് ₹2500. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് തരംതിരിക്കുന്നു. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പർച്ചേസസ് എന്ന എക്സ്പെൻസ് ആണ് അവിടെ വരുന്നത്. ചരക്കുകൾ വാങ്ങി, ഫർണിച്ചർ വാങ്ങി എന്നതുപോലെയല്ല ഇത്. അവിടെ പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ വാങ്ങിയത് ഏത് അസറ്റാണെന്ന് വ്യക്തമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞത് എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ്. ഇത്തരം സാഹചര്യത്തിൽ പർച്ചേസസ് അക്കൗണ്ട് ഒരു എക്സ്പെൻസ് ആണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് എക്സ്പെൻസസ് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ. ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ നേരെ 2500. ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ നേരെ 2500. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബ്രാക്കറ്റിൽ പർച്ചേസ്ഡ് ഗുഡ്സ് നരേഷൻ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ. പർട്ടിക്കുലേഴ്സ് കോളം മാത്രം അണ്ടർലൈൻ ചെയ്യുന്നു. ആ ഇടപാട് നമ്മൾ ജേണലിലേക്ക് എഴുതി കഴിഞ്ഞു. 7/1/2020 ഡേറ്റ് കോളത്തിൽ ജേണലിൽ എഴുതുന്നു. പെയ്ഡ് വേജസ് ചെലവാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് എക്സ്പെൻസസ്. വേജസ് ഈസ് എൻ എക്സ്പെൻസ്. വേജസ് അക്കൗണ്ട് ഡെറ്റർ, അതിന് നേരെ 800 രൂപ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. ടു ക്യാഷ് അക്കൗണ്ട്, അതിനു നേരെ 800 രൂപ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പെയ്ഡ് വേജസ്. പർട്ടിക്കുലേഴ്സ് കോളം മാത്രം അണ്ടർലൈൻ ചെയ്യുക. അടുത്തത് നമുക്ക് നോക്കാം. 10/1/2020 റിസീവ്ഡ് കമ്മീഷൻ ₹1000.
1000 രൂപ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നു. കമ്മീഷൻ സ്വീകരിച്ചാൽ അതിലെ കമ്മീഷൻ ഇൻകമാണ്, ഇങ്ങോട്ട് കിട്ടുന്നതല്ലേ, ഇൻകമാണ്. റിസീവ്ഡ് മീൻസ് ക്യാഷ് കംസ് ഇൻ, ക്യാഷ് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴേ ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. റിസീവ്ഡ് മീൻസ് ക്യാഷ് കംസ് ഇൻ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, അതിനാണ് ഡെറ്റർ DR എന്ന് എഴുതുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ നേരെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 1000 എന്ന എമൗണ്ട് കാണിക്കുന്നു. ടു കമ്മീഷൻ അക്കൗണ്ട് അതിന് നേരെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 1000 എന്ന് കാണിക്കുന്നു. റിസീവ്ഡ് കമ്മീഷൻ. ഇവിടെ കമ്മീഷൻ്റെ റോള് നോമിനൽ അക്കൗണ്ടിൽ ഉണ്ടല്ലോ, ക്രെഡിറ്റ് ഇൻകംസ് ആൻഡ് ഗെയിൻ. ഹിയർ കമ്മീഷൻ ഈസ് ആൻ ഇൻകം, സോ കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ്. ഇനി 15/1/2020 പെയ്ഡ് ഇൻ ടു ബാങ്ക് ₹5,000. 5000 രൂപ ബാങ്കിൽ നൽകിയിരിക്കുന്നു. ബാങ്ക് ബാലൻസ് എന്ന അസറ്റ് കൂടും, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ബാങ്ക് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 5000. ടു ക്യാഷ് അക്കൗണ്ട് സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ബാങ്കിലേക്ക് പോകുന്നു, സ്ഥാപനത്തിലെ ക്യാഷ് കുറഞ്ഞു. ടു ക്യാഷ് അക്കൗണ്ട് 5000 പെയ്ഡ് ഇൻ ടു ബാങ്ക്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് 20/1/2020 പെയ്ഡ് സാലറി. ഇതിലെ സാലറി ഒരു ചിലവാണ്, 3000 രൂപ. ചിലവാണെങ്കിൽ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് എന്താണ്? റൂള് ഡെബിറ്റ് എക്സ്പെൻസസ് ഓർ ലോസസ്. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് കാണിക്കുന്നു 20/1/2020. സാലറീസ് അക്കൗണ്ട് ഡെറ്റർ, സാലറി എന്ന ചെലവ് അവിടെ ഡെബിറ്റ് ചെയ്യണം. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂളാണ്, ചിലവാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. സാലറി ചിലവാണ്. അക്കൗണ്ടിൻ്റെ പേര് എഴുതുമ്പോൾ സാലറീസ് അക്കൗണ്ട് എന്ന് എഴുതുന്നു. സാലറീസ് അക്കൗണ്ട് ഡെറ്റർ നേരെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 3000 രൂപ. ടു ക്യാഷ് അക്കൗണ്ട് 3000. പെയ്ഡ് മീൻസ് ക്യാഷ് ഗോസ് ഔട്ട്. ഒരു 10,000 രൂപ സ്ഥാപനത്തിലുണ്ട്, 3000 രൂപ ക്യാഷ് കൊടുത്താൽ 10,000 രൂപ പിന്നീട് ഉണ്ടാവുമോ? ഇല്ല, 7,000 രൂപ ആയിട്ട് മാറുന്നു. അപ്പോൾ 3000 രൂപ കുറഞ്ഞു. ക്യാഷ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതണം. 3000 പെയ്ഡ് സാലറി, അതും നമ്മൾ എഴുതി കഴിഞ്ഞു. 25/1/2020 വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് ₹1,500. വ്യക്തിപരമായ ആവശ്യത്തിന് പിൻവലിച്ചതാണ് 1500 രൂപ. ഡ്രോയിങ്സ് എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉടമ വ്യക്തിപരമായ ആവശ്യത്തിന് പിൻവലിക്കുന്ന തുകയ്ക്കാണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞത്. എന്നാൽ ഉടമയും സ്ഥാപനവും വിഭിന്നമാണ്. സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് ഗോസ് ഔട്ട്, റിയൽ അക്കൗണ്ടിൻ്റെ റൂള്. ഇവിടെ ഡ്രോയിങ്സ് വർദ്ധിക്കുന്നു, ഡ്രോയിങ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ നേരെ 1500 എന്ന എമൗണ്ട് കാണിക്കുന്നു. ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ നേരെ 1500 രൂപ എന്ന് കാണിക്കുന്നു. നരേഷൻ എഴുതുന്നു വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. ഇങ്ങനെയാണ് ജേണൽ തയ്യാറാക്കുക. ഇത്രയും കാര്യം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അക്കൗണ്ടിങ്ങിലെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് എത്ര എളുപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അടുത്തു തന്നെ എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക, ആ ലെഡ്ജർ എങ്ങനെയാണ് ലെഡ്ജർ ബാലൻസ് ട്രയൽ ബാലൻസിൽ എടുക്കുക എന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.